ഹായ് ഡിയേഴ്സ്, ഇന്നൊരു കിഡിലൻ ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തതല്ല, വാവ ചെയ്തതാണ്. വാവേനെ വീഡിയോ എടുക്കുകയും ചെയ്തത്. അപ്പോൾ ഞാൻ വോയിസും കൂടി എനിക്ക് കൊടുത്തുകൂടെയും ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, നമ്മൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു A4 സൈസ് പേപ്പർ എടുക്കുക. കളർ പേപ്പറാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് അതിൽ ഇങ്ങനെ പൂമ്പാറ്റേൻ്റെ പിക്ചർ ഇങ്ങനെ വരച്ചെടുക്കുക. അതിനുശേഷം പൂമ്പാറ്റേൻ്റെ ആ ബോഡി മാത്രം വെച്ചിട്ട് അതിൻ്റെ രണ്ട് ചിറകും ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് അങ്ങനെ വെക്കുക. അപ്പോൾ ഇതെല്ലാം പൂമ്പാറ്റേനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ ചുറ്റി വെക്കുക. ഇതൊരു ഒരു ടേബിൾ ലാമ്പ് പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ചുറ്റി വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റൗണ്ട് ആയിട്ടുള്ള സാധനം, ഒരു ബോട്ടിലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഇതുപോലെ സെല്ലോ ടേപ്പ് തീർന്നിട്ടുള്ള ആ സാധനം, എന്താ സെല്ലോ ടേപ്പ് തീർന്നിട്ടുള്ളതാവുന്നതാവും നല്ലത്. കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ മറിഞ്ഞു വീഴില്ല. ബോട്ടിലിൻ്റെ ക്യാപ്പ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ അതിങ്ങനെ വീണ് പോകും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും നല്ലത്. അതിനുശേഷം അതിന് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം എവിടെയും നമുക്കിത് ഒട്ടിച്ചെടുക്കേണ്ടത് നോക്കുക. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം അത് കൃത്യമായിട്ട് രണ്ട് സൈഡും കൂടിയിട്ടൊന്ന് റൗണ്ടായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതിനുവേണ്ടി ഏതെങ്കിലും ഗം ഉപയോഗിക്കുക, ഫെവിക്കോളോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതിന് കണക്കായിട്ട് ചുറ്റും കൃത്യമായി വരുന്ന രീതിയിൽ വൃത്തിയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം ഗമ്മാക്കിയതിന് ശേഷം ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു സെല്ലോ ടാപ്പിൻ്റെ ആ ഒരു റോളിൻ്റെ ബാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ആ ഒരു സെല്ലോ ടാപ്പിൻ്റെ ആ ഒരു റോൾ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തുകൊണ്ട് അത് കൃത്യമായിട്ട് അതിൽ ഫില്ലായി നിൽക്കും. അതിനുശേഷം അതെടുത്തിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. പേപ്പർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കീറിപ്പോവും. അപ്പോൾ ഇനി ആദ്യം അത് വെച്ച് കൊടുത്തതിന് ശേഷം ഗമ്മെടുത്ത് ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. എങ്ങനെയായാലും ഇതിങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുക. കുറച്ചൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പോലെ ആക്കിയിട്ട് അത് താഴെ ഭാഗം ഒന്ന് കവർ ചെയ്തും എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബൾബ് ഇടാനുള്ളതാണ്. അപ്പോൾ ബൾബ് താഴേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടേബിൾ ലാമ്പ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഒരു നൂല് പോലെ കെട്ടി കൊടുക്കുക. അപ്പോൾ ഒരു ഹാങ് ചെയ്തിട്ടുള്ളൊരു ബൾബിൻ്റെ അവിടെയാണ് ഇത് വെക്കേണ്ടതെങ്കിൽ ഇത് ഹാങ് ചെയ്ത് വെക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല ടേബിളിൻ്റെ മുകളിൽ വെക്കാനാണെങ്കിൽ ഈ നൂലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഓൾറെഡി നൂല് കെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാനുള്ള ബൾബൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട്. ഞാൻ കണ്ടതാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് രണ്ട് സൈഡിലും നൂലും കൂടി കെട്ടി കൊടുത്തിട്ടുണ്ട് അവൾ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹാങ് ചെയ്ത് വെക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ബൾബോ അല്ലെങ്കിൽ ചെറിയ ടീ ലൈറ്റ് പോലത്തെ അങ്ങനത്തെ കിട്ടുമല്ലോ, റെഡിമെയ്ഡായിട്ട് ബാറ്ററി ഇട്ട് ഇതാവുന്നത്, അതുപോലത്തെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഹാങ് ചെയ്തിട്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ ടേബിളിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ബൾബോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മിനിമിനുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മളിതിൻ്റെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അന്നേരം ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാല ബൾബ് എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ടാണ് നോക്കിയത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. ഇതുപോലെയാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ആ ലൈറ്റ് പൂമ്പാറ്റേൻ്റെ അങ്ങനെ ആ ഗ്യാപ്പിലൂടെ വരുമ്പോൾ നല്ല രസമുണ്ട്. ഇത് ഹാങ് ചെയ്തിട്ടാലും നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ അടിപൊളി ക്രാഫ്റ്റ്സും അതുപോലെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.